എല്ലാവർക്കും ടെസ്റ്റിംഗ് ബഡി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കൂടുതൽ വീഡിയോസിനായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് മെത്തേഡ്സ് ആണ്. അതായത് ഒരു സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് കരിയർ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ടോപ്പിക്കാണ്. എന്താണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് മെത്തേഡ്സ്? നമുക്ക് സോഫ്റ്റ്വെയർ പല മെത്തേഡ്സിൽ ടെസ്റ്റ് ചെയ്യാം. അതിനുള്ള മെയിൻ ആയിട്ടുള്ള 3 മെത്തേഡ്സിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഫസ്റ്റ് മെത്തേഡ് ഈസ് white box testing, second method is black box testing, third method is grey box testing. 3 മെത്തേഡുകളാണ് മെയിൻ ആയിട്ടുള്ളത്. ടെസ്റ്റിംഗിന്റെ മെത്തേഡുകൾ 3 തരം മെത്തേഡുകളാണ്. ബ്രോഡായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് 3 ആയിട്ടാണ്. നമുക്ക് ആദ്യത്തെ മെത്തേഡിനെ കുറിച്ച് നോക്കാം. വാട്ട് ഈസ് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ്? എന്താണ് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ്? വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് ഇൻ വിച്ച് ടെസ്റ്റിംഗ് ഇസ് ക്യാരിഡ് ഔട്ട് ബേസ്ഡ് ഓൺ ദ നോളജ് ഓഫ് ദ ഇന്റേണൽ ആർക്കിടെക്ചർ. അതായത് നമ്മളൊരു ആപ്ലിക്കേഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇന്റേണൽ ആർക്കിടെക്ചർ അറിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു ഫേസ്ബുക്കിൻ്റെ ലോഗിൻ പേജ് ആണെങ്കിൽ അതിൻ്റെ യൂസർ നെയിം കൊടുക്കുന്നു, പാസ്വേഡ് എടുക്കുന്നു, ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിൽ ബാക്കെൻഡിൽ എന്തൊക്കെ ഉണ്ടാവുന്നു, ഇഫ് എൽസ് ലൂപ്പ് ഉണ്ടാകാം, ഡാറ്റാബേസ് കണക്ഷൻ ഉണ്ടാവും, ഫംഗ്ഷനാലിറ്റികൾ ഇതിനാവും. ഇതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞിട്ട് അതിൻ്റെ കോഡിലേക്ക് ഇന്റേണലായിട്ട് അതിൻ്റെ ഇൻപുട്ട് കൊടുത്ത് അതിൻ്റെ ഔട്ട്പുട്ട് ടെസ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. വേറസ് എന്താണ് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ്? ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് കോഡിങ്ങോ അതിൻ്റെ ഇന്റേണൽ സ്ട്രക്ചറോ ഒന്നും അറിയാതെ നമ്മൾ ജസ്റ്റ് അതിൻ്റെ SRS സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ വായിച്ചിട്ട് അതിൻ്റെ ബിഹേവിയർ മാത്രം അതായത് മേലേക്കോടെ ഒരു ആപ്ലിക്കേഷൻ്റെ മേൽ ഭാഗം മാത്രം ടെസ്റ്റ് ചെയ്യുന്നതിനാണ് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ഇന്റേണൽ ആർക്കിടെക്ചർ ഒന്നും അറിയണമെന്നില്ല, പ്രോഗ്രാമിംഗ് അറിയണമെന്നില്ല, അതിൻ്റെ ഫംഗ്ഷനാലിറ്റി മാത്രം, അതിൻ്റെ ബിഹേവിയർ മാത്രം അറിയണം. ഫേസ്ബുക്ക് ആണെങ്കിൽ യൂസർ നെയിം പാസ്വേഡും കൊടുത്താൽ ലോഗിൻ ആവണം. കറക്റ്റ് യൂസർ നെയിമും പാസ്വേഡ് ആണെങ്കിൽ ലോഗിൻ ആവണം, അല്ലെങ്കിൽ ലോഗിൻ ആവരുത്. ഇത്രയേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിങ്ങിൻ്റെ ഒരു കൺസെപ്റ്റ്. ജസ്റ്റ് അതിൻ്റെ വർക്കിംഗ് മാത്രം മേലെ കൂടെ നോക്കുക. ഇപ്പം നമുക്കൊരു കാർ ഓടിക്കുകയാണെങ്കിൽ കാറിൻ്റെ എഞ്ചിനെ കുറിച്ചോ അതിൻ്റെ ഗിയർ ബോക്സിൻ്റെ ഫംഗ്ഷനാലിറ്റി ഒന്നും അറിയാതെ ജസ്റ്റ് കാർ ഓടിച്ച് നോക്കി നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതിനാണ് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറയുക. വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് ആകുമ്പോൾ നമുക്ക് കാറിൻ്റെ എല്ലാവിധ ഫംഗ്ഷനാലിറ്റി, അതിൻ്റെ എഞ്ചിൻ്റെ സ്ട്രക്ചർ, എഞ്ചിൻ്റെ 2 സ്ട്രോക്ക് ആണോ, അതിൻ്റെ വർക്കിംഗ്, അതിൻ്റെ എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് നമ്മൾ അതിൻ്റെ മൈലേജ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് വളരെ ഡെപ്തിൽ ചെയ്യണതിന്, ഡെപ്തിലല്ല അതിൻ്റെ നോളജ്, ഇന്റേണൽ സ്ട്രക്ചറിനെ കുറിച്ച് നന്നായി അറിഞ്ഞ് ടെസ്റ്റ് ചെയ്യുന്നതിനാണ് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് നമുക്ക് SRS ജസ്റ്റ് പ്രോഗ്രാമിംഗ് നോളജ് ഒന്നും വേണ്ട, ജസ്റ്റ് അതിൻ്റെ ഫംഗ്ഷനാലിറ്റി എങ്ങനെ അത് വർക്ക് ചെയ്യും, ഇന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്താൽ ഇന്നത് ഉണ്ടാവണം, ഫോർവേഡ് പാസ്വേഡ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ പുതിയൊരു വിൻഡോ തുറന്നു വരണം, അതിൽ നമുക്ക് അതിൻ്റെ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ വേണം. അത്രേ ഉള്ളൂ. ജസ്റ്റ് അത് മാത്രം അറിഞ്ഞാൽ നമുക്ക് അത് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കുകയാണ് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് പറയുന്നത്. ഇനി അടുത്ത മെത്തേഡാണ് എന്താണ്? അടുത്ത മെത്തേഡാണ് ഗ്രേ ബോക്സ് ടെസ്റ്റിംഗ്. ഗ്രേ ബോക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഗ്രേ ബോക്സ് ആ പേര് തന്നെയുണ്ട്. ഇപ്പം കണ്ടാൽ നമ്മൾ വൈറ്റ് ബോക്സ് കണ്ടു, ബ്ലാക്ക് ബോക്സ് കണ്ടു. ഈ രണ്ടിൻ്റെ കോമ്പിനേഷനാണ് ഗ്രേ ബോക്സ് ടെസ്റ്റിംഗ്. ഈ ഒരു മെത്തേഡ് ടെസ്റ്റിങ്ങിൽ നമുക്ക് എന്താണ് വേണ്ടത്? ബേസിക് ആയിട്ടുള്ള അതായത് ആപ്ലിക്കേഷൻ്റെ വർക്കിങ്ങിന്, ഇന്റേണൽ സ്ട്രക്ചറിനെ കുറിച്ച് പാർഷ്യൽ ആയിട്ടുള്ള ഒരു നോളജ് മാത്രം ഈ ഒരു മെത്തേഡിൽ മതി. അതായത് ഗ്രേ ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വൈറ്റ് ബോക്സ് ടെസ്റ്റിങ്ങിൻ്റെയും ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിങ്ങിൻ്റെയും ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് വരുന്നത്. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു.